അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ നടക്കുന്ന അഖീദയുടെ പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറാണ് ഇവിടെ കാണിക്കുന്നത്. അതിന്റെ ഉത്തരങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ പറയുന്നുണ്ട്. ഓരോ ചോദ്യത്തിന്റെ ഉത്തരങ്ങളും എവിടെയാണ് കൊടുത്തിരിക്കുന്നത് എന്നെല്ലാം വിശദമായി പറയുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് കേൾക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭയപ്പെടുന്നവരാണ്, മലക്കുകള്, ക്ഷീണമോ, കാണാൻ മലക്കുകൾക്ക്. എന്നിട്ട് വിട്ടുപോയ ഭാഗത്ത് അനുയോജ്യമായ പദങ്ങൾ വെച്ച് പൂരിപ്പിക്കാം. ഈ ഒന്നാമത്തെ ചോദ്യം പേജ് നമ്പർ 10 കൊടുത്തിട്ടുണ്ട്. എല്ലാവരും 10ാമത്തെ പേജ് മറിക്കും. അല്ലാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ. അവരെ നമുക്ക് കാണാൻ കഴിയില്ല. മലക്കുകൾക്ക് ക്ഷീണമോ ഭക്ഷണമോ വെള്ളമോ വേണ്ട. ഉറക്കമോ ക്ഷീണമോ ഉണ്ടാകില്ല. അവർ എപ്പോഴും അല്ലാഹുവിന് ഭയപ്പെടുന്നവരാണ്. 2 കള്ളികൾ പൂർത്തിയാക്കാം. പൂക്കൾ പടച്ചത്. അതിന് ആ ഭാഗം നമ്മള് പേജ് നമ്പർ 4 പറയുന്നുണ്ട്. പൂക്കൾ പടച്ചത്, അവിടെ അല്ലാഹു എന്ന് എഴുതാം. ആരാധനക്കാരൻ അല്ലാഹു അല്ലാതെ. അത് 6ാമത്തെ പേജില് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥമാണത്. ആരാധനക്കാരൻ അല്ലാഹു അല്ലാതെ മറ്റാരും ഇല്ല. ഓരോ പാഠത്തിലും പ്രത്യേകം ബോക്സിലിട്ട് കൊടുത്തിരിക്കുന്നത് പ്രത്യേകം പഠിക്കേണ്ടതാണ്. പിന്നെ 7ാമത്തെ പാഠത്തില് അള്ളാഹുവിനെ കുറിച്ചിട്ട് 6 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നും ഉള്ളവന്, എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, ശ്വസിക്കാൻ വായു തന്ന്, കുടിക്കാൻ വെള്ളം തന്ന്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പന്റെ പേര്. 8ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. നബിന്റെ ഉപ്പയുടെ പേര് അബ്ദുള്ള. മണ്ണിനാൽ പടക്കപ്പെട്ടവർ. അത് 11ാമത്തെ പേജിൽ പറയുന്നുണ്ട്. മണ്ണിനാൽ പടക്കപ്പെട്ടവർ മനുഷ്യർ. 5 മലക്കുകളുടെ എണ്ണം അറിയുന്നവൻ. അതും 11ാമത്തെ പേജിൽ പറയുന്നുണ്ട്. മലക്കുകളുടെ എണ്ണം അറിയുന്നവൻ അല്ലാഹു. വ്യക്തമാക്കാം. 4 മലക്കുകളുടെ പേരുകൾ എഴുതുക. 10ാം പേജിൽ നോക്കൂ. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം. 4 ഉത്തരം എഴുതാം. നബി തങ്ങൾ ഹിജ്റ പോയി എങ്ങോട്ട്? അത് 8ാമത്തെ പേജിൽ പറയുന്നുണ്ട്. നബി തങ്ങൾ ഹിജ്റ പോയത് മദീനയിലേക്ക്. നബി തങ്ങൾ വഫാത്തായത് എവിടെ? മദീനയിൽ. അതും 8ാം പേജിലുണ്ട്. 3 നബി തങ്ങളുടെ മാതാപിതാക്കള്. നബി തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, ഉമ്മ ആമിന ബീവി. നബി തങ്ങൾ ജനിച്ചത് എവിടെ? മക്കയിൽ. അതും 8ാം പാഠത്തിൽ 8ാം പേജിൽ പറയുന്നുണ്ട്. നബി തങ്ങള് ജനിച്ചത് എവിടെ? മക്കയിൽ. പകർത്തി എഴുതാം. എല്ലാം അറിയുന്നവൻ അല്ലാഹു. അതുപോലെ കുട്ടികളെ നോക്കി പകർത്തി എഴുതേണ്ടതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.